കുറച്ച് നാൾക്ക് മുമ്പ് ഇവിടെ ചീര മേടിച്ചപ്പോൾ അതിൻ്റെ ചീരയുടെ വേരൊക്കെ ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളയൂലോ. അങ്ങനെ ആ കട്ട് ചെയ്ത് കളഞ്ഞ വേര് നട്ട് വളർത്തിക്കൊണ്ട് വന്നതാണ് കേട്ടോ ഈ ചീര. സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇത് കട്ട് ചെയ്ത് കറിക്ക് യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചതാ. പക്ഷെ ഞാൻ എന്തോ അത് യൂസ് ചെയ്തില്ല കേട്ടോ. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ അതിൽ നിറച്ച് ചീര വിത്തുണ്ട് കേട്ടോ. പൊതുവെ എനിക്കുണ്ടല്ലോ ഈ വിത്തുള്ള ചീര കട്ട് ചെയ്ത് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. കാരണം അത് വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും ഈ പൂവൊക്കെ അതിൽ കിടക്കുമ്പോൾ. പിന്നെ ഞാൻ പൊതുവെ ഈ പൂവൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാട്ടോ തോരനൊക്കെ വയ്ക്കുക. അത് മാത്രമല്ല ഈ പൂക്കളൊക്കെ പറിച്ച് കളഞ്ഞ ചീരത്തോരൻ വയ്ക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചീരയുടെ ഒട്ടുമിക്ക പോർഷനും അവിടെ തീർന്നിട്ടും ഉണ്ടാവും ട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഇളം ചീരകളാട്ടോ കുക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ അതിൻ്റെ ലീഫിനൊക്കെ വല്ലാത്ത വലിപ്പമായിരിക്കും. ഈ പൂക്കളുള്ള ചീരകൾ ശ്രദ്ധിച്ചാൽ കാണാം, ആ പൂക്കൾ ഉണ്ടാകുമ്പോൾ തന്നെ ആ ചീരയുടെ ലീഫിനൊക്കെ വല്ലാത്ത വലിപ്പക്കുറവായിരിക്കും. ഒരിക്കൽ ഞാനുണ്ടല്ലോ ചീര വളർത്താൻ വേണ്ടിയിട്ട് മേടിച്ച ചീര ഉണ്ടല്ലോ അതിൻ്റെ വേരുള്ള പോർഷൻ കട്ട് ചെയ്ത് കളയുമല്ലോ, ആ പോർഷൻ എടുത്ത് ഞാൻ വെള്ളത്തിൽ വളർത്തി നോക്കി കേട്ടോ. അതിന് ചെറിയ മുളയൊക്കെ വരുമെന്ന് കരുതിയിട്ട് വെച്ചതാണ്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് മൊത്തത്തിൽ ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ചീര മേടിച്ചപ്പോൾ ഉണ്ടല്ലോ ഞാൻ അതിൻ്റെ വേര് തണ്ടോട് കൂടി തന്നെ കട്ട് ചെയ്തിട്ട് ചുമ്മാ മണ്ണിൽ ഇങ്ങനെ വെച്ച് നോക്കി കേട്ടോ. അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചെറിയ മുളകൾ ഇങ്ങനെ വരാനായിട്ട് തുടങ്ങി. അന്ന് ആ ചട്ടിയിൽ കുറേ വേരുകൾ ഇതുപോലെ നട്ടതാണ് കേട്ടോ. പക്ഷേ ഇന്ന് ആകെ ഒരേ ഒരു ചീരയാണ് അതിൽ മുളച്ചത്. ആ ചീരയാണ് കേട്ടോ ഇത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് വിത്ത് ഇതുപോലെ പറിച്ചു വെച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഓക്കെ, ബായ്.